എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുവാദവും അനുഗ്രഹവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32 അവസാന ഭാഗമാണെന്ന്. ഈ ഒരു അധ്യായത്തിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. കപില മഹർഷി ദേവഹൂതി തൻ്റെ അമ്മയ്ക്ക് ആത്മതത്വത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 3 വിധത്തിലുള്ള ഗൃഹസ്ഥാശ്രമികളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ ഒരു യോഗിയൊന്നുമല്ല. അമ്മ ഒരു സാധാരണ സ്ത്രീയായിട്ട് കുടുംബജീവിതം നയിക്കുന്നതായിരുന്നു. സന്തോഷം നിറഞ്ഞ ജീവിതകാലമൊക്കെ കഴിഞ്ഞു. അച്ഛൻ പിരിഞ്ഞു പോയി, അതായത് ആ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സമയം, തനിച്ചായി പോകുന്ന ഒരു കാലഘട്ടം ജീവിതത്തിൽ വന്നപ്പോൾ അമ്മയ്ക്ക് ജീവിക്കാൻ, ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ കൂടെ ആരുമില്ല, ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ആത്മതത്വം, ജ്ഞാനം. ഈശ്വരൻ ജ്ഞാന രൂപത്തിലാണല്ലോ, ജ്ഞാനമാണ് ഈശ്വരൻ, ജ്ഞാനസ്വരൂപിയാണെന്നാണ് പറയുന്നത് ഈശ്വരനെ. അപ്പോൾ ആ ജ്ഞാനമാകുന്ന ഈശ്വരൻ്റെ ആ ശരീരരൂപങ്ങൾ, മായയോട് കലർന്ന ശരീരരൂപങ്ങളാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ദേവീദേവന്മാരൊക്കെ. യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ ജ്ഞാനസ്വരൂപനാണ്. അപ്പോൾ ആ ജ്ഞാനം മാത്രമേ കൂട്ടുണ്ടാവുള്ളൂ. ഈ ഭൗതിക ലോകത്ത് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ ഒരു കാലത്ത് നമുക്ക് ഇല്ലാതാവുമ്പോൾ, അതായത് ഇല്ലാതാവുക എന്ന് വെച്ചാൽ ഇപ്പോൾ വഴക്കിട്ട് പോവുക, മരിച്ചു പോവുക, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് മാറി മറിഞ്ഞൊക്കെ പോവുമല്ലോ. അങ്ങനെയൊക്കെ വന്ന് സംഭവിക്കുമ്പോൾ തനിച്ചായി പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു പീരീഡ് വരില്ലേ, ആ ഒരു സമയത്ത് അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മുടെ കൂടെ ഒരാളെ ഉണ്ടാവുള്ളൂ. അതാണ് ശരിയായ ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ജ്ഞാനസ്വരൂപനായ ഈശ്വരൻ മാത്രമേ അന്ന് കൂട്ടുണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ജ്ഞാനം, ഈശ്വരൻ നമ്മളുടെ കൂടെ ഉണ്ട്, ആ ഒരു ജ്ഞാനം നമുക്ക് വേണമെങ്കിൽ നമ്മൾ നല്ല കാലത്ത്, നമ്മളെപ്പോഴും പണ്ടുള്ളവർ പറയില്ലേ, നല്ല കാലത്ത് പൈസ ഉണ്ടാക്കി വെച്ചാലേ ആപത്ത് കാലത്ത് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ, നല്ല കാലത്തും മോശ സമയത്തും നമുക്ക് എപ്പോഴും കൂടെ ഉള്ളത് ആ ഒരു ഈശ്വരൻ മാത്രമാണ്. ശാശ്വതമായിട്ട് ആ ഒരു ജ്ഞാനം മാത്രമേ ശാശ്വതമായി നമ്മുടെ കൂടെ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് നമ്മൾ അത് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അല്ലാതെ ചുറ്റുമുള്ളത് എന്നും ഇത് ഈ സാഹചര്യം, ഇപ്പം ഞാൻ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം എനിക്ക് എന്നും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അപ്പം അമ്മ അങ്ങനെ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം അമ്മയ്ക്ക് അപ്പോൾ ആ സമയത്താണ് ആത്മതത്വത്തെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇപ്പം ദേവഹൂതിയുടെ ജീവിതം തന്നെ നോക്കൂ. അന്നേ പറഞ്ഞതായിരുന്നു, ഭർത്താവായിരുന്ന കർദമ മഹർഷി പറഞ്ഞതായിരുന്നു, പക്ഷെ അത് കേട്ടില്ല. അന്ന് എനിക്ക് ആത്മതത്വം ഒന്നും വേണ്ട, സുഖമായിട്ടുള്ള ജീവിതം മതി, മക്കളെ വേണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ട്രഗിൾ വന്നപ്പോഴാണ് മകനോട് ചോദിക്കുന്നത്, എനിക്കത് ഉപദേശിച്ചു തരാൻ. അങ്ങനെ പുരുഷൻ എന്ത്, പ്രകൃതി എന്ത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, ഭക്തി എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു കുടുംബസ്ഥരായിട്ടുള്ള ആളുകൾ തന്നെ 3 വിധത്തിലുള്ള ഗതിയെ പ്രാപിക്കുന്നു. അധാർമികമായി ഈ ഭൂമിയിൽ ജീവിച്ച് കുടുംബജീവിതം നയിച്ച് സുഖങ്ങളെ നേടി സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരുടെ ഭൂമിയിലെ ജീവിതഗതി, പുറത്ത് അതിനുശേഷം സൂക്ഷ്മ ശരീരത്തിൻ്റെ പുറത്തുള്ള ലോകങ്ങളിലെ ജീവിതഗതി, തിരിച്ചു അമ്മയുടെ ഗർഭത്തിൽ വന്നപ്പോഴുള്ള ജീവിതഗതിയൊക്കെ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഇനി കുടുംബസ്ഥരിൽ തന്നെ ധാർമ്മികമായി ജീവിക്കുന്ന, അതായത് ധർമ്മം, അർത്ഥം, കാമം, പുരുഷാർത്ഥങ്ങളിലെ ആദ്യത്തെ 3 മാത്രം അനുസരിച്ച് ജീവിക്കുന്ന, മോക്ഷത്തെക്കുറിച്ചൊന്നും അറിയില്ല, അതിന് ദൈവത്തിൻ്റെ ഭഗവത് ധർമ്മം എന്താണെന്നറിയില്ല, മനുഷ്യൻ്റെ ധർമ്മം മാത്രമേ അറിയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച് ആ ഒരു വിഷയാസക്തികൾ, ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം, ഫാമിലി നന്നായിരിക്കണം,
ഇത് മാത്രം. പക്ഷെ അധർമ്മമല്ല, ധാർമ്മികമായ രീതിയിൽ എന്നെ ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഗൃഹസ്ഥന്മാരുടെ ഗതി എന്താണ്, അതും പറഞ്ഞു. ഇനി മൂന്നാമത് പറഞ്ഞത്, ഈ ഭൂമിയിൽ കുടുംബജീവിതം നയിക്കുമ്പോൾ പോലും ഒന്നിനോടും ആസക്തിയില്ലാതെ, മമത, അറ്റാച്ച്മെൻറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. എൻ്റെ സ്വന്തം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ആ അറ്റാച്ച്മെൻറ്റ്, നമുക്ക് മമത വരുന്നത് അല്ലേ. അപ്പം എൻ്റെ സ്വന്തം അല്ലാത്തതിനോട് നമുക്കതില്ല. അപ്പം ഇതൊക്കെ എനിക്ക് വേണ്ടത്, എൻ്റെ സ്വന്തം, ഇതൊന്നും എൻ്റെ സ്വന്തമല്ല എന്ന ദ്വൈതത്തിൽ നമ്മൾ ഈ ലോകത്തുള്ളവയെ, വസ്തുക്കളെ, ആളുകളെ, എല്ലാത്തിനെയും നമ്മൾ കാണുമ്പോഴാണ് ഈ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഇതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു യോഗ പരിശീലനത്തിലൂടെ എത്താൻ ആഗ്രഹിക്കുന്നത്, ഏത് അവസ്ഥയെയാണോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടേക്ക് ഒരു കുടുംബസ്ഥന് എത്താൻ സാധിക്കും. ആസക്തിയില്ലാത്ത മനസ്സോടെ, മമതയില്ലാത്ത മനസ്സോടെ ജീവിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത്, അപ്പം എങ്ങനെയാണ് ഈ ആസക്തിയെ, ഈ മമതയെ എങ്ങനെ ഇല്ലാണ്ടാക്കാം? അതിനുള്ള പോംവഴി പറഞ്ഞു. അതിന് സത്യം അറിയണം എന്ന് വെച്ചാൽ, മഹത്തത്വമാകുന്ന ആ ഒരു തത്വത്തിൽ നിന്നും അഹങ്കാരവും പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാ ചരാചരങ്ങളും എങ്ങനെയുണ്ടായി, അതുപോലെ ആ ഒരൊറ്റ ഭഗവാനിൽ നിന്നും, സർവേശ്വരനിൽ നിന്നാണ് ഈ സർവപ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഉണ്ടായത്. അത് പിരിഞ്ഞു ഉണ്ടായതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, ഇവിടെ എല്ലാ ആത്മാവും ജീവാത്മാവും ഒന്ന് തന്നെ, എല്ലാ ശരീരങ്ങളെയും ചലിപ്പിക്കുന്ന ശക്തി ഒന്ന് തന്നെ, എല്ലാ ഭൗതിക ശരീരങ്ങളും, ഇവിടെ കാണുന്ന എല്ലാ ശബ്ദവും രൂപവും ഗന്ധവും എല്ലാം ഒരേ ഒരു പ്രകൃതിയുടെ മായയിൽ നിന്നും, രജോ സത്വരജ തമോ ഗുണങ്ങൾ ഒന്നല്ലേ അതിൻ്റെ വ്യതിചലനം കൊണ്ട് ഉണ്ടാകുന്നതും എന്ന കാഴ്ചപ്പാടിൽ ഈ ലോകത്തെ കാണുമ്പോൾ, ഇവരൊക്കെ എൻ്റെ സ്വന്തം എന്ന അറ്റാച്ച്മെൻറ്റിൽ, അതുപോലെ ഇതൊന്നും എൻ്റേതല്ല, ഇതിനെയൊക്കെ തള്ളേണ്ടത്, ഇതിനെയൊക്കെ കൊള്ളേണ്ടത് എന്ന വ്യത്യാസമില്ലാതെ, ദ്വൈതമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിച്ചാൽ മതി ഒരു ഗൃഹസ്ഥാശ്രമി. ആ ഒരു ഭക്തിയെ, നിഷ്കളങ്കമായ ഒരു ഭക്തിയെ മാത്രം അമ്മ ഉണ്ടാക്കിയാൽ മതി. ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ തന്നെ ആ പരിശുദ്ധമായ മനസ്സിലുണ്ടായിക്കോളും. അങ്ങനെ കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകുന്ന ആ പ്രകൃതിയിൽ നിഷ്കളങ്കമായ ഭക്തിയോടെ, സ്മരണയോടുകൂടി ജീവിക്കാൻ പറ്റുക. ഓരോ രാവിലെ തൊട്ട് രാത്രി വരെ കർമ്മം ചെയ്യുന്നവരാണ് നമ്മൾ മനുഷ്യരൊക്കെ അല്ലേ. എന്നിട്ടും സ്മരണയോടുകൂടി ജീവിക്കാൻ പറ്റുക. ആ സ്മരണ വരാനായിട്ട് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ രാവിലെ തൊട്ട് രാത്രി ഉറക്കത്തിലേക്ക് പോകുന്നവരെ നമ്മുടെ മനസ്സും ശരീരവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ശരീരം ചലിക്കുന്നുണ്ട്, നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ മനസ്സിൽ നിരവധി ചിന്തകളും ഇങ്ങനെ, മനസ്സും ബുദ്ധിയും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിക്കുക. ആ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ശരീരം ചലിക്കുന്നുണ്ടോ? ഇല്ല, ശരീരം ചലിക്കില്ല, നല്ല ഉറക്കത്തിലാണ്. പക്ഷെ സ്വപ്നം കാണുകയാണ്. അപ്പോൾ ആര് ചലിക്കുന്നുണ്ട് അവിടെ? മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. മനസ്സുകൊണ്ടല്ലേ ഈ സ്വപ്നം കാണുന്നത്. അപ്പോൾ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ, നമ്മൾ സാധാരണ രീതിയിൽ ജാഗ്രതാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെ ചലിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം നമ്മളിവിടെ ഉണ്ട്, എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന ഭാവത്തോടു കൂടി ചെയ്യുന്നു. ഉറങ്ങി നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മുടെ ശരീരം ചലിക്കണില്ല, പക്ഷേ അവിടെ മനസ്സ് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിങ്ങനെ ഓരോ സ്വപ്നം കാണുന്നു. നമ്മൾ ശരിക്കെല്ലാം പോകുന്നതും നടക്കുന്നതും വരുന്നതും സംസാരിക്കുന്നതും ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഒരു സിനിമ കാണുന്ന പോലെ നമ്മൾ മനസ്സുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ മനസ്സ് ഉണർന്നിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മനസ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് സ്വപ്നം. ഇനി ഗാഢമായ നിദ്രയിലാണെങ്കിലോ, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നല്ല ഉറക്കമുറങ്ങിയെന്ന് വിചാരിക്കും. ഒരു പുലർച്ചെ 3 മണി തൊട്ട് രാവിലെ 6 മണി വരെയാണ് ഏറ്റവും ഗാഢമായ നിദ്ര കിട്ടണമെന്ന് വിചാരിക്കാം. ആ 3 തൊട്ട് 6 മണി വരെയുള്ള സമയം ശരീരം ചലിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, മനസ്സ് ചലിക്കുന്നില്ല, ബുദ്ധി ചലിക്കുന്നില്ല, ഒന്നും ചലിക്കുന്നില്ല. അതിനെയാണല്ലോ ഗാഢനിദ്ര എന്ന് പറയുന്നത്. ആ 3 തൊട്ട് 6 മണി വരെയുള്ള സമയത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. ആ 3 മണിക്കൂർ എന്തുണ്ടായേ നമുക്കറിയില്ല. കാരണം നമ്മൾ നല്ല ഗാഢമായ നിദ്രയാണ്. നമ്മുടെ ഈ ശരീരവും മനസ്സും ബുദ്ധിയും ആ സമയത്ത് ചലിക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഇത് 3 ചലിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ എന്നൊരു എന്താ പറയുക, ഒരു അവബോധം അവിടെ നിൽപ്പുണ്ട്. അഗാഢമായ നിദ്രയിലും ഞാൻ ഇവിടെ ഉണ്ട് എന്നൊരു അവബോധം
അപ്പോഴും നമ്മൾക്ക് അവിടെ ഉണ്ട്. ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ എന്നൊരു അവബോധം അവിടെ നിൽപ്പുണ്ട്. ആ 3 മണിക്കൂർ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ അപ്പോഴും ഒന്നും അറിയാത്തപ്പോഴും ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 എന്താ പറയുക, ഒരു അവബോധം, അത് ആ സമയത്ത്, ആ ഒരു അറിവ് ആ സമയത്ത് അപ്പോഴും അവിടെയുണ്ട്. ആ അറിവ് ഞാനിവിടെ ഉണ്ട് എന്നൊരു അവബോധം അപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ടാണ് ആ 6 മണിക്ക് ഉറക്കം ഉണർന്ന് കഴിയുമ്പോഴേ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ ഗാഢമായ നിദ്ര കിട്ടിയിട്ട് എണീക്കുമ്പോൾ ഉള്ളൊരവസ്ഥ എന്താ? നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ കിട്ടുന്ന അവസ്ഥ എന്താ? നല്ലൊരു സുഖമായിരിക്കും അല്ലേ? ക്ഷീണം മാറിയിട്ടുണ്ടാവും അല്ലേ? നല്ല ക്ഷീണമൊക്കെ മാറി നമുക്ക് നല്ലൊരു സുഖം, ഒരു 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 മൈൻഡൊക്കെ നല്ല റിലാക്സ്ഡ് ആയ പോലെ നല്ലൊരു സുഖാവസ്ഥ. രാത്രി ഉറക്കം ശരിക്കും കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നല്ല ക്ഷീണം വരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. സ്വപ്നത്തിലാണെങ്കിലും നമുക്ക് ക്ഷീണം ഉണ്ടാവും. പക്ഷെ ഒന്നും അറിയാത്ത ഗാഠനിദ്രയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്, ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയതുപോലെ നല്ലൊരു സുഖം, നല്ലൊരു ആനന്ദം, നല്ലൊരു ക്ഷീണമൊക്കെ മാറി നല്ലൊരു ഊർജ്ജസ്വലത നമുക്ക് അനുഭവപ്പെടുന്നു. അതെന്താണ് കാരണം എന്നറിയോ? ആ ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുന്നില്ലാത്ത ഉറക്കത്തിൽ നമ്മൾ ശയിക്കുമ്പോഴും കിടക്കുമ്പോഴും ഗാഠനിദ്രയിൽ കിടക്കുമ്പോഴും ഞാൻ ഇവിടെ ഉണ്ട് എന്നൊരു അവബോധം നമുക്കുണ്ട്, ഞാൻ ഉണ്ട് എന്ന്. ആ തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നല്ലോ, ആ ഞാൻ എന്നുള്ളൊരു തോന്നൽ, ആ ഒരു അസ്തിത്വം അവിടെ ഉണ്ടെന്ന് ഉണ്ടായിരുന്നല്ലോ. ആ അസ്തിത്വമാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഉണർന്ന വഴിക്ക് മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ ആ മനസ്സുണ്ടല്ലോ, ആ സമയത്ത് ആ മനസ്സിൽ ഒരു തോട്ട്സ് ഉണ്ടായിരുന്നില്ല ഈ ഉറങ്ങിയ സമയത്ത്, ആ 3 മണിക്കൂറും. അപ്പോൾ എന്തുമാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ ഇവിടെയുണ്ട്, എൻ്റെ അസ്തിത്വം ഇവിടെയുണ്ട് എന്നത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മനസ്സിന് ആ നല്ല ഉറക്കം കിട്ടിയിട്ട് ഉണരുമ്പോൾ നല്ലൊരു ഉഷാറ്, നല്ലൊരു എനർജറ്റിക് ആയിട്ട് നമ്മൾ ഉണരുന്നത് എന്താണെന്നറിയോ? അത്രയും നേരം ഒരു പ്രവൃത്തിയും ഇല്ലാത്ത രീതിയിൽ ഞാൻ ആത്മാവാണ്, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന അവബോധത്തിലായിരുന്നു മനസ്സ്. മനസ്സിലായോ? ആ അസ്തിത്വത്തെ അറിഞ്ഞു നിൽക്കുകയായിരുന്നു മനസ്സ്. ഉണർന്നു കഴിഞ്ഞപ്പോൾ അതാണ് ആ അസ്തിത്വത്തിൽ നിന്നും പുറത്തേക്ക് ചിന്തകളിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ, കണ്ണങ്ങോട്ട് തുറന്ന് മനസ്സങ്ങോട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു റിലാക്സേഷനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം മൈൻഡ് ചലനമില്ലാതെ നിൽക്കുകയായിരുന്നു, സ്വയം അസ്തിത്വത്തെ അറിഞ്ഞ്. അതുകൊണ്ട് മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഭയങ്കര ഒരു ആനന്ദവും സന്തോഷവും, പിന്നെ രാവിലോട്ട് പണിയെടുക്കാനൊക്കെ ഭയങ്കര എനർജി ആയിരിക്കും. അത്രയ്ക്കൊരു ആനന്ദം, അത്രയും നേരം മറ്റൊരു ചിന്തകളില്ലാതെ മനസ്സ് അടങ്ങി ആ അസ്തിത്വത്തെ മാത്രം അറിഞ്ഞിങ്ങനെ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതാണ് രാവിലെ ഉണരുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് എനർജി വരാനുള്ള കാരണം. അത് ഗാഠനിദ്രയിൽ സുഷുപ്തിയിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. സ്വപ്നത്തിലും ജാഗ്രതയിലും നമുക്കത് കിട്ടില്ല. കാരണം അവിടെയൊക്കെ മൈൻഡ് അല്ലെങ്കിൽ ഒന്നുകിൽ മനസ്സ്, അല്ലെങ്കിൽ മനസ്സും ശരീരവും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും പ്രവർത്തിക്കാതെ നിശ്ചലമായിട്ട്, ശരിക്കും നമ്മുടെ മരണം സംഭവിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ ഉറങ്ങിക്കിടക്കുമ്പോഴും ഇത് നിശ്ചലമായിട്ട് ആ ഒരു അസ്തിത്വത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉണർന്ന് മനസ്സങ്ങോട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങുമ്പോൾ ഭയങ്കര എനർജി, ഭയങ്കര ആനന്ദം, സുഖം, സന്തോഷം, ക്ഷീണമൊക്കെ മാറിയ പോലെയുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അസ്തിത്വം, ഇത് ഞാനാണ് എന്നുള്ള ഒരു, ഞാനിവിടെ ഉണ്ട് എന്ന ഒരു അറിവിലേക്ക് മനസ്സ് വരണം. അതിന് മനസ്സടങ്ങണം. അതിന് ഈ മനസ്സടങ്ങണമെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റ്, എൻ്റേത് വരുന്നത് എന്തിൽ നിന്നാ? ഞാൻ എന്ന വ്യക്തിബോധം ഉണ്ടാകുമ്പോഴാണ്. അതിൻ്റെ 2ാമത്തെ സ്റ്റെപ്പാണ് ഈ മമത. അതിൽ നിന്നാണ് മമത, അഹത്തിൽ നിന്നാണ് മമത ഉണ്ടാകുന്നത്. അഹം, ഞാൻ എന്ന വ്യക്തിബോധം. ഈ ശരീരം ഞാനാണെന്ന് ആത്മാവ് തെറ്റിദ്ധരിച്ച് നിൽക്കുന്നു. അപ്പോൾ ആ ശരീരത്തിനോട് ചേർന്ന ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ, ഇതൊക്കെ എൻ്റെ സ്വന്തം, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ ഭൂമി, എൻ്റെ ബാങ്ക് ബാലൻസ്, എൻ്റെ കാറ്, എൻ്റെ എല്ലാം, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എല്ലാം എൻ്റെ.
അതല്ലാത്തതൊന്നും എൻ്റെയല്ല. ആ വേർതിരിവ് ചിന്ത, ഈ എല്ലാത്തിൻ്റെയും ആരംഭം ഈ അഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കണമെങ്കിൽ ഈ ഞാനും സർവചരാചരങ്ങളും ഒരേ പ്രകൃതിയുടെ മായയിൽ നിന്നും വന്ന ശരീരങ്ങൾ, അതിന് ശക്തി, പ്രകൃതി എന്ന ഒരേ ശക്തി, ഇതിനെല്ലാം ചൈതന്യവത്താക്കുന്നത് ഒരേ ഒരു ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ. ഈ ഒരു സമഭാവത്തിൽ സമദർശിയായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് എല്ലാം ഒന്നായിട്ട് ഈ ആസക്തിയില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിക്കാൻ, ഇനി പറയാണ്, അങ്ങനെ ജീവിക്കാൻ തന്നെയുള്ള ഈ ഒരു അറിവ്, എല്ലാം ഒന്നായി കാണുന്നുള്ള അറിവ് കിട്ടാൻ തന്നെ നമുക്കൊരു യോഗ്യത വേണമെന്ന്. ആ യോഗ്യത എന്താണെന്ന് വെച്ചാൽ ഗുരു ഭഗവാനിലുള്ള, അല്ലെങ്കിൽ ആരാണോ ഈ അറിവ് പകർന്നു തരുന്നത് അവരിലുള്ള സമ്പൂർണമായ നമ്മുടെ വിശ്വാസം, ഭഗവാനിലുള്ള നിഷ്കളങ്കമായ ഭക്തി, അതുപോലെ ധ്യാന പരിശീലനങ്ങൾ, എന്നിട്ടും മനസ്സിനെ ദൃഢമാക്കി അടക്കി നിർത്താനായിട്ടുള്ള പരിശീലനങ്ങൾ, സാധനകൾ, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു എന്താ പറയുക, ഈ ഒരു എല്ലാം ഒന്നായി ഒന്ന് തന്നെ എന്ന സത്യത്തെ അറിയാനുള്ള യോഗ്യതയുള്ളൂ. അതാണ് പറയുന്നത്, ഇങ്ങനെ 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ മുഴുവൻ സമയവും നമ്മൾ നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധിക്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പതുക്കെ ആ ഒരു വഴിയിൽ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോവുകയാണെന്ന്. കുറച്ച് നേരമെങ്കിലും ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആ സ്മരണയോടുകൂടി ഇരിക്കുമ്പോൾ കർമ്മങ്ങളും നടക്കുന്നു. അവിടെ കുറേ നാമം ജപിക്കണം എന്നല്ല സാധന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇരുന്നിങ്ങനെ കുറേ നേരം നാമം ജപിക്കണമെന്നല്ല. ഓരോ പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോഴും ഈ സ്മരണ, എനിക്ക് എങ്ങനെ ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റിയേ? ഈ പ്രകൃതി എന്ന ശക്തിയാണ് ഈ ശരീരത്തിന് ശക്തിയായത്, ഈ മനസ്സിനെ ചലിപ്പിച്ചത്, ഈ ബുദ്ധിയെ ചലിപ്പിച്ചത്. അപ്പോൾ ആ ഒരു സ്മരണ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും വ്യാപൃതരാവുക. ആ സ്മരണയാണ് ഏറ്റവും വലിയ സാധന. അത് വയ്ക്കുക, ആ സമർപ്പണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ശക്തി ആരിൽ നിന്നാണോ ആ കഴിവ് കിട്ടിയത് ആ ആളെ ഓർത്തുകൊണ്ട് നമ്മളത് ചെയ്യാന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അതാണല്ലോ ഒരു കുരുത്വം എന്ന് പറയുന്നത്, അവർക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള നമുക്ക് അത് ആ സാധനം നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇങ്ങനെയെല്ലാം ഒന്നായി കാണാനൊക്കെയുള്ള ആ ഒരു തത്വത്തെ, സത്യത്തെ അറിയാനുള്ള യോഗ്യത നമുക്കുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് 31-ാമത്തെ ശ്ലോകത്തിൽ കപില മഹർഷി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇനി ഇവിടെ ഞങ്ങളുടെ ഇത്ര നേരം പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച്, അതുപോലെ സാങ്കേശാസ്ത്രം, ഇവയെക്കുറിച്ചൊക്കെ ഒരു കൺക്ലൂഷൻ, അതിനെ ഇങ്ങനെ സംഗ്രഹിച്ച് ചെറുതാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അവസാനമായിട്ട് അമ്മയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ ചെറുതാക്കി ഒന്ന് സംഗ്രഹിച്ച് പറയുന്നതാണ് നമ്മൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ കാണുന്നത് കേട്ടോ. ഇത്രയും നേരം പറഞ്ഞതിനെ അവസാനമായിട്ട് ശ്ലോകം 31: ഇതി ഏതത് കഥിതം ഗുർവി ജ്ഞാനം തത് ബ്രഹ്മദർശനം യേന അനുബുദ്ധ്യതേ തത്വം പ്രകൃതേഹേ പുരുഷസ്യ ച. ഇപ്രകാരം ഏതത് കഥിതം, ഞാൻ വിശദീകരിച്ചു തന്നൂന്ന്. ഗുർവി, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഇപ്രകാരം ഞാൻ അമ്മയ്ക്ക് വിശദീകരിച്ചു തന്നു. എന്തിനെ കുറിച്ചുള്ളതാണെന്നാണ് പറയുന്നത്? പ്രകൃതേഹേ പുരുഷസ്യ ച, പ്രകൃതിയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചുമുള്ള തത്വം, ആ ശരിയായ തത്വത്തെ യേന അനുബുദ്ധ്യതേ, അനുബുദ്ധി എന്ന് വെച്ചാൽ എപ്രകാരമാണോ എന്തിനെയാണോ, ഏത് സത്യത്തെയാണോ നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത്, ആ സത്യമായിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചുമുള്ള ആ ശരിയായ തത്വത്തെ. ഇനി അതിൻ്റെ പ്രത്യേകത എന്താ? തത് ബ്രഹ്മദർശനം, അത് ബ്രഹ്മദർശനാണെന്ന്. ബ്രഹ്മം, ആത്മാവിനെ നമുക്ക് കാണിച്ചു തരുന്ന, ഞാൻ ആത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ അറിയുന്ന, എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം എന്തിലൂടെയാണോ നമുക്ക് സാധ്യമാകുന്നത്, ആ തത് ജ്ഞാനം, ആ ജ്ഞാനത്തെ അമ്മയ്ക്ക് ഞാനിതാ ഇപ്രകാരം വിശദീകരിച്ച് തന്നിരിക്കുന്നു. അപ്പം അദ്ദേഹം പറയാണ്, അമ്മേ, ഈ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന, ആത്മാവാണ് ഞാൻ എന്ന അറിവ് നമുക്ക് കാണിച്ചു തരുന്ന, പ്രകൃതിയെയും പുരുഷനെയും കുറിച്ചിട്ടുള്ള വേറിട്ടിട്ടുള്ള അതിൻ്റെ ശരിയായ തത്വത്തെ എന്താണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ തത്വത്തെ, അത് നമുക്ക് ആത്മദർശനം നൽകുന്നതാണ്. ആ തത്വജ്ഞാനമാണ് അമ്മയ്ക്ക് ഞാൻ ഇത്ര നേരം വിശദീകരിച്ച് തന്നു കഴിഞ്ഞത്. ഇനി ശ്ലോകം 32: ജ്ഞാനയോഗശ്ച മത് നിഷ്ഠഃ, ജ്ഞാനയോഗഃ ച മത് നിഷ്ഠഃ നൈർഗുണ്യഃ ഭക്തിലക്ഷണഃ ദ്വയോ അഭി ഏകഃ ഏവ അർത്ഥഃ ഭഗവത് ശബ്ദലക്ഷണഃ. ജ്ഞാനയോഗശ്ച, അതായത്
ജ്ഞാനയോഗം, ഒരു ഗുരുവിൽ നിന്നും ജ്ഞാനം നേടുന്ന ആ അവസ്ഥ, അതിനെയാണ് ജ്ഞാനയോഗം. അത് നൈർഗുണ്യഹ എന്ന് വെച്ചാൽ എന്താ? ഗുണങ്ങൾക്കും അതീതമായത്, നിർഗുണനായ. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ശരിയായ ഈശ്വരനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനം എന്താണെന്ന് അറിയലാണ്. അതാണ് ജ്ഞാനയോഗം. അപ്പോൾ ഈശ്വരൻ എന്താണെന്ന് ചോദിച്ചാൽ ശരിയായ ജ്ഞാനം അറിഞ്ഞ ഒരു വ്യക്തി, ജ്ഞാനയോഗി, ഒരിക്കലും ഒരു വിഗ്രഹ രൂപത്തിലിരിക്കുന്ന ഭഗവാനെ പറയില്ല. ശരിയായ ഈശ്വരൻ ഈ ഗുണങ്ങൾക്കും, വിഗ്രഹം എന്ന് പറയുമ്പോൾ ശരീരരൂപത്തിൽ മായയിൽപ്പെട്ടതാണ്, മായയ്ക്ക് അതീതനായി നിൽക്കുന്ന സാക്ഷാൽ പരമാത്മാവ് എന്ന് വെച്ചാൽ ശരിയായ ജ്ഞാനസ്വരൂപൻ, ജ്ഞാനമായിരിക്കുന്ന ഈശ്വരൻ. ഈശ്വരൻ ജ്ഞാനമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ജ്ഞാനയോഗം. അതാണ് നൈർഗുണ്യ. നിർഗുണമായിരിക്കുന്ന ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിലെ എത്തിക്കുന്ന ജ്ഞാനയോഗവും. ഇനി മത് നിഷ്ഠ, എന്നെ ലക്ഷ്യമാക്കി ഒരു ശരീരരൂപത്തിലിരിക്കുന്ന ഭഗവാനെ, അതായത് ഇപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തൊട്ട് ത്രിഗുണമാണ് അല്ലേ? ത്രിഗുണങ്ങളിൽ പെട്ട് ഉണ്ടായിട്ടുള്ളതാണ് എല്ലാ ദേവന്മാരും, എല്ലാ ഈശ്വരന്മാരും. അപ്പോൾ ഒരു ശരീരരൂപത്തിൽ ഇപ്പോൾ മഹാവിഷ്ണുവായിട്ടോ ശിവനായിട്ടോ ഏതെങ്കിലും ഒരു ശരീരരൂപത്തിലിരിക്കുന്ന എന്നെ പ്രാപിക്കാൻ സഹായിക്കുന്ന ഭക്തി ലക്ഷണ, ഭക്തിയോഗവും. അപ്പോൾ നിർഗുണ പരബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്ന ജ്ഞാനയോഗവും, ഒരു ശരീരരൂപത്തിലിരിക്കുന്ന എന്നെ ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഭക്തിയോഗം. അവിടെയാണ് ഒരു വിഗ്രഹാരാധന, ഭഗവാന്റെ ആ ശരീരരൂപം, ആ ഭഗവാന്റെ ആ കഥകളൊക്കെ കേട്ടിട്ട് ആ ഭഗവാനോടൊരു ഇഷ്ടം, ഭക്തി, ഒരു മനസ്സ് തുറന്നൊരു ഭക്തി വരുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് വരുന്നത്, അത് സഗുണമാണ്. മനസ്സിലായോ? അതാണ് ഭക്തിയുടെ ലക്ഷണം. മറ്റേത് ജ്ഞാനയോഗം എന്ന് വെച്ചാൽ നിർഗുണമാണ്. അപ്പം നിർഗുണ പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അപ്പോൾ ഈശ്വരൻ പരമാത്മ ചൈതന്യമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നിർഗുണത്തിലേക്ക് എത്തിക്കുന്ന ജ്ഞാനയോഗവും, ശരീരരൂപത്തിലുള്ള ഭഗവാനെ പ്രാപിക്കാൻ സഹായിക്കുന്ന ഭക്തിയോഗവും. ദ്വയോ അഭി, ഈ രണ്ട് മാർഗത്തിലൂടെയും ഏവ അർത്ഥഃ, ഒരേ ഒരു അർത്ഥം, ലക്ഷ്യത്തിലേക്കാണ് നമ്മളെ എത്തിക്കണേന്ന്. എന്താണ് ആ ലക്ഷ്യം? ഭഗവത് ശബ്ദ ലക്ഷണഃ, ഭഗവാൻ എന്ന ശബ്ദം ഉണ്ടല്ലോ, അതിൻ്റെ ശരിയായ അർത്ഥമാകുന്ന ആ പരമമായ ലക്ഷ്യത്തിലേക്കാണ് ഈ രണ്ട് മാർഗവും ഒരുവനെ എത്തിക്കുന്നത്. അപ്പം ജ്ഞാനയോഗമാണെങ്കിലും ഭക്തിയോഗമാണെങ്കിലും എല്ലാം ഒരുവനെ കൊണ്ട് എത്തിക്കുന്നത് രണ്ട് വഴികളാണെങ്കിലും ഈ രണ്ട് വഴിയിലൂടെ പോയാലും ഭഗവാൻ എന്നൊരു ശബ്ദത്തിൻ്റെ ശരിയായ അർത്ഥം ഉണ്ടല്ലോ, ആ പരമമായ അർത്ഥത്തിലേക്കാണ് അത് അവനെ എത്തിക്കുന്നത് എന്ന്. ശ്ലോകം 33. യഥാ ഇന്ദ്രിയൈഃ പൃഥക് ദ്വാരേ അർത്ഥഃ ബഹുഗുണാശ്രയഃ ഏകഃ നാനഈയതേ തദ്വത് ഭഗവൻ ശാസ്ത്രവർത്മഭിഃ. യഥാ ഇന്ദ്രിയൈഃ പൃഥക് ദ്വാരൈഃ അർത്ഥഃ ബഹുഗുണാശ്രയഃ ഏകഃ നാനഈയതേ തദ്വത് ഭഗവാൻ ശാസ്ത്രവർത്മഭിഃ. എന്നിട്ട് പറയാണ് അതിനൊരു ഉദാഹരണം. അപ്പം രണ്ടും ഏതു മാർഗത്തിലൂടെ പോയാലും ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് എത്തണേന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. ബഹുഗുണാശ്രയ, അനേകം ഗുണങ്ങളുള്ള, അർത്ഥഃ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വസ്തു, അതിനെ യഥാ ഇന്ദ്രിയ, എപ്രകാരമാണോ ഈ ഇന്ദ്രിയങ്ങളിലൂടെ പൃഥക് ദ്വാരേ, വ്യത്യസ്ത രീതിയിൽ, നാനായിയതേ, നാനാവിധത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നത് എന്ന് വെച്ചാൽ എന്താ? ഈ പ്രപഞ്ചത്തിലെ പലവിധ ഗുണങ്ങളോടുകൂടിയ ഒരു വസ്തു. ഇപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും നിസ്സാരമായിട്ട് ഭൂമിയെ എടുക്കാം. ഭൂമിക്ക് ശബ്ദമുണ്ട്, ശബ്ദഗുണമുണ്ട്, സ്പർശഗുണമുണ്ട്, രുചിയുണ്ട്, ഗന്ധം എല്ലാം ഉണ്ട് അല്ലേ? ഭൂമിക്കുണ്ട്. അപ്പോൾ പലവിധ ഗുണങ്ങളോട് കൂടിയ ഒരു വസ്തുവിനെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴി, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ, 5 എണ്ണം ഉണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും പല വിധത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നത് പോലെ ഏകഹ ഭഗവാൻ, തദ്വത്ത് എന്ന് വെച്ചാൽ അതുപോലെ ഏകഹ ഭഗവാൻ, ഒരേ ഒരു ഭഗവാനെ ശസ്ത്രവർത്മഭിഹി, പല വിധത്തിൽ, പല മാർഗത്തിലൂടെ, പല വഴികളിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്നു. പോകുന്ന വഴി ഒന്ന് തന്നെയെന്ന് മനസ്സിലായോ? അപ്പോൾ ഒരു വസ്തു തന്നെ അതിന് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളിലാകുന്ന ഈ 5 വഴിയിലൂടെയും പോയിട്ട് പല വിധത്തിൽ, കണ്ണിന് രൂപമായിട്ട് അതിനെ അനുഭവിക്കാൻ പറ്റും, മൂക്കിന് ഗന്ധമായിട്ട്, ചെവിക്ക് ശബ്ദമായിട്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും വഴിയിലൂടെ നാനാവിധത്തിൽ നമ്മൾ ആ വസ്തുവിനെ അനുഭവിച്ചറിയുന്നത് പോലെ ഒരേ ഒരു ഈശ്വരനെ അനുഭവിച്ചറിയാൻ പല മാർഗങ്ങളും പ്രയോഗിക്കാമെന്ന്. ഭക്തിയോഗവും
യോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും അങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ എത്തിച്ചേരുന്നത് ഒരേ ഒരു ഈശ്വരനിലേക്ക് തന്നെയാണ്. ഭഗവാൻ എന്ന നാമത്തിൻ്റെ ശരിയായ അർത്ഥമായ പരമപദത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. പല ഗുണങ്ങളോടുകൂടിയ ഒരു വസ്തുവിനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പല വിധത്തിൽ അനുഭവിച്ചറിയുന്നത് പോലെയാണ് അത് എന്നൊരു ഉദാഹരണ സഹിതം പറഞ്ഞു തരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ വേദാന്തവും സിദ്ധാന്തവും എന്താണെന്ന്. ഇത് രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. വേദാന്തം എന്ന് വെച്ചാൽ വേദത്തിൻ്റെ ഏറ്റവും അവസാനമായ അർത്ഥം, അതാണ് പറയുന്നത്. വേദത്തിൻ്റെ ഏറ്റവും അറ്റം, അറിവിൻ്റെ അറ്റം എന്ന് വേദാന്തം. സിദ്ധാന്തം എന്ന് വെച്ചാൽ സിദ്ധന്മാരാൽ കണ്ടെത്തിയ ഏറ്റവും വലിയ അവസാനത്തെ അറിവ്, അറ്റത്തെ അറിവ്, അറിവിൻ്റെ അവസാനം. അതാണ് വേദാന്തവും സിദ്ധാന്തവും ഒന്ന് തന്നെ, രണ്ട് വഴിയല്ല. രണ്ടും ഒരേ ഉത്തരത്തിലേക്ക് തന്നെ, ഒരേ ഒരു അറിവിലേക്കാണ് എത്തിക്കുന്നത്. അത് രണ്ടും രണ്ട് വഴിയല്ല. അപ്പം മാർഗങ്ങൾ പലതാണെങ്കിലും എത്തുന്നത് ഒരേ പോയിന്റിലേക്ക്, ഒരേ ഒരു ഈശ്വരനിലേക്കാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണെങ്കിൽ മാർഗങ്ങൾ പലതാണ് എന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണെന്ന് ഒന്ന് വിസ്തരിച്ചു പറയാണ്. 34 തൊട്ട് 36, 34, 35, 36 3 ശ്ലോകങ്ങൾ. ഈ പല മാർഗങ്ങൾ ഏതാണെന്നാണ് പറഞ്ഞു തരുന്നത്. ക്രിയയ, കർമ്മം ചെയ്തുകൊണ്ടുള്ള മാർഗമുണ്ട്. കൃതുബിഹി, യാഗം, യജ്ഞ, പൂജകൾ ഇതൊക്കെ ചെയ്യുന്ന മാർഗമുണ്ട്. ദാനേഹി, ചിലർ ദാനധർമാദികളിലൂടെ. തപഹ, ചിലർ തപസ്സിലൂടെ. സ്വാധ്യായം എന്ന് വെച്ചാൽ ചിലരിങ്ങനെ വേദ പഠനങ്ങളൊക്കെ ഗുരുവിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു വഴി. ആ ഈശ്വരിലേക്ക് എത്താനുള്ള വഴികൾ പലതാണ്. മർശനൈ എന്ന് വെച്ചാൽ എന്താ? മർശനൈ എന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കിയ അറിവിനെ മനസ്സിലിട്ട് വിചിന്തനം ചെയ്യുക, മനനം ചെയ്ത് അറിയുന്നതിനെയാണ് മർശനൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വഴികൾ പിന്നെയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ വഴികളൊക്കെ ബാഹ്യമായ വഴികളാണ്, പുറമേ കാണുന്ന വഴികളാണ്. ഏതൊക്കെയാണ്? കർമ്മങ്ങൾ ചെയ്തിട്ട്, കർമ്മം അവനവനിൽ നിക്ഷിപ്തമായ കർമ്മം യഥാവിധി സ്വധർമാനുഷ്ഠാനമായി ചെയ്യുന്നൊരു വഴി. അപ്പം അത് ബാഹ്യമായ കർമ്മമാണ്. കൃതുബിഹി, യാഗം, യജ്ഞം, അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുക, ദാനധർമാദികൾ ചെയ്യുക, തപസ് ചെയ്യുക, സ്വാധ്യായ വേദ പഠനങ്ങളൊക്കെ ചെയ്യുക, പഠിച്ച് നേടിയ അറിവിനെ മനനം ചെയ്യുക, മർശനെ. ഇതൊക്കെ ബാഹ്യമായ വഴികൾ ഈശ്വരനിലേക്ക് എത്താൻ. ഇനി ഉള്ളിൽ ചെയ്യുന്ന വഴികൾ എന്താ? ആത്മ ഇന്ദ്രിയ ജയേന അഭി, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ജയിക്കുക. അതായത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക എന്നർത്ഥം. ജയിക്കുക എന്ന് വെച്ചാൽ അതിനെ അടക്കുക. അതാണ് ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ഉള്ളിൽ ചെയ്യുന്ന വഴി. പിന്നെ സന്യാസേന ച കർമ്മണ, സകല കർമ്മങ്ങളെയും ത്യജിക്കുക, സന്യാസം ത്യജിക്കുക. മനസ്സിലായേ? കർമ്മങ്ങളെ ത്യജിക്കുക എന്ന് വെച്ചാൽ ഞാൻ ആണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന ഭാവമില്ലാതെ കർമ്മം ചെയ്യുക. മനസ്സുകൊണ്ട് ഞാനെന്ന അഹമില്ലാതെ കർമ്മത്തെ അനുഷ്ഠിക്കുക. അതാണ് സന്യാസേന ച കർമ്മണ. അത് 2 മാർഗങ്ങളാണ്. മനസ്സിലായ? അപ്പോൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി നിയന്ത്രിച്ച് ജീവിക്കുന്ന ഒരു മാർഗമുണ്ട്. പിന്നെ കർമ്മങ്ങളെ നിയന്ത്രിക്കുക. അപ്പം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മനസ്സുകൊണ്ട് ഞാനാണ് ചെയ്യുന്നത് എന്ന അഹമില്ലാതെ കർമ്മം ചെയ്യുക. അതാണ് സന്യാസേന ച കർമ്മണ. ആ മാർഗമുണ്ട്. ഇനിയുമുണ്ട് ഭക്തിയോഗേന ച ഏവഹി. ഭക്തിയോഗമുണ്ട്. ഭഗവാന്റെ ഏതെങ്കിലും ഒരു മൂർത്തിയിൽ, ഒരു രൂപത്തിൽ, ഇഷ്ടമൂർത്തിയുടെ രൂപത്തിൽ ഭഗവാനെ നിഷ്കളങ്കമായി ആരാധിക്കുക. ഭക്തി, അതാണ് ഭക്തിയോഗം. ഇനി യോഗേന വിവിധാംഗേന, വിവിധ അംഗേന യോഗേന, പല വിധത്തിലുള്ള അംഗങ്ങളോടുകൂടിയ യോഗം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗം. 8 അംഗങ്ങളല്ലേ അഷ്ടാംഗ യോഗത്തിൽ. അപ്പോൾ അഷ്ടാംഗ യോഗ പരിശീലനത്തിലൂടെയും ആ ഭഗവത് പ്രാപ്തിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയും മാർഗം. ഇനി യഹ പ്രവൃത്തി നിവൃത്തിമാൻ എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും നിവൃത്തിയിലേക്ക് എത്തുക, പ്രവൃത്തിയിൽ നിന്നൊക്കെ മുക്തമാവുക എന്ന് വെച്ചാൽ വിരക്തി. ആ മാർഗവുമുണ്ട്. ഈ ഭൗതികമായ എല്ലാ കാര്യങ്ങളോടും ഒരു മടുപ്പ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇനി വേണ്ട എനിക്ക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മനസ്സ് വരിക. ഉപേക്ഷിക്കുകയല്ല, അത് സ്വയം വേണ്ടാതാകുന്ന അവസ്ഥ. അതാണ് പ്രവൃത്തിയിൽ നിന്നും നിവൃത്തിയിലേക്ക് എത്തുക എന്ന് പറയുക. ഇതും ഒരു മാർഗമാണ്. ഇങ്ങനെ ധർമ്മേണ ഉഭയചിഹ്നേന എന്ന് വെച്ചാൽ ഉഭയ ചിഹ്നേന, 2 പാത, ഇങ്ങനെ 2 വഴികളിലൂടെ ധർമ്മേണ, നമ്മളുടെ ധർമ്മേണ എന്ന് വെച്ചാൽ ധാർമ്മികമായ രീതിയിൽ നമ്മൾക്ക് ആ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കാം.
അപ്പം ഇവിടെ ഈ 2 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത് ക്രിയയാ കൃതുഭിഹി ദാനൈഹി തപഃ സ്വാധ്യായമർശനൈഹി ആത്മ ഇന്ദ്രിയ ജയേന അഭി സന്യാസേന ച കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ച ഏവഹി ധർമ്മേണ ഉഭയചിഹ്നേന യഹ പ്രവൃത്തി നിവൃത്തിമാൻ. പല മാർഗങ്ങളാണ് ഈ പറഞ്ഞത്. കർമ്മം ചെയ്യുന്നതിലൂടെ, യാഗങ്ങൾ ചെയ്യുന്നതിലൂടെ, ദാനധർമാദികൾ ചെയ്യുക, തപസ് ചെയ്യുക, സ്വാധ്യായം ചെയ്യുക, മർശനേ നേടിയ അറിവിനെ വിചിന്തനം ചെയ്യുക. അങ്ങനെ ബാഹ്യമായ കർമ്മങ്ങളിലൂടെ ഈശ്വരപ്രാപ്തിക്ക് ശ്രമിക്കും. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇനി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി നിയന്ത്രിച്ച് ജയിച്ച് കർമ്മങ്ങളെ ഭഗവാനിൽ സമർപ്പിച്ച് അഷ്ടാംഗയോഗ പരിശീലനത്തിലൂടെ ശ്രമിക്കുന്നവരുണ്ട്, ഭക്തിയോഗ മാർഗത്തിലൂടെ ശ്രമിക്കുന്നവരുണ്ട്. വിരക്തി, പ്രവൃത്തിയിൽ നിന്നും നിവൃത്തിയിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് മനസ്സ് ആയി വിരക്തി വന്നവരുമുണ്ട്. ഇതൊക്കെ തന്നെ ഈ മാർഗം ഇങ്ങനെയുള്ള ഉഭയചിഹ്നേന എന്ന് വെച്ചാൽ 2 മാർഗം എന്നിവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പറഞ്ഞതെല്ലാം ബാഹ്യമാർഗങ്ങളാണ്. രണ്ടാമത് പറഞ്ഞത് ആത്മ ഇന്ദ്രിയ ജയേന അഭി സന്യാസേന കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന. ഇതൊക്കെ മനസ്സുകൊണ്ട് വരുന്ന ശ്രമങ്ങളാണ് അല്ലേ. ആദ്യം പുറമേ ചെയ്യുന്ന ശ്രമങ്ങൾ, പിന്നെ രണ്ടാമത് മനസ്സുകൊണ്ട് വരുന്ന മാറ്റം വരുത്തിയിട്ട് ശ്രമിക്കുന്ന മാർഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ബാഹ്യവും ആന്തരികവുമായ 2 രീതിയിലുള്ള മാർഗങ്ങളിലൂടെ ധർമ്മേണ ധാർമ്മികമായ രീതിയിൽ ആ ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിക്കുമ്പോൾ ആത്മതത്വ അവബോധേന, യഥാർത്ഥ ആത്മാവാണ് ഞാൻ എന്ന തത്വം അവബോധേന, അതൊരു അവബോധമായിട്ട് അതൊരു അറിവായി വന്ന് വൈരാഗ്യേണ ദൃഢേന ച, ദൃഢമായ ഒരു വൈരാഗ്യം മനസ്സിൽ വരികയാണ്. ഞാൻ ആത്മാവാണെന്ന് അറിയുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ അത് എൻ്റെ ശക്തിയല്ല, അപ്രകൃതി എന്ന ശക്തിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സകല ചലനങ്ങളോടൊരു താല്പര്യക്കുറവ് വരില്ലേ? അർജുനന് വന്നതുപോലെ എൻ്റെ കഴിവല്ല എന്ന് അർജുനൻ അവസാനം തിരിച്ചറിഞ്ഞില്ലേ? അതുപോലെ അപ്പം എല്ലാത്തിൽ നിന്നും വിരക്തനായി, എല്ലാത്തിനെയും മടുത്തു ആൾക്ക്. ആ നിമിഷത്തോടുകൂടി ആസക്തി പോയി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പോയി. അപ്പോൾ ഞാൻ ആത്മാവാണെന്ന് സ്വയം ആത്മതത്വം മനസ്സിലാവുമ്പോൾ അതോടുകൂടി ദൃഢമായ ഒരു വിരക്തി, വൈരാഗ്യേന വിരക്തി വന്നു കഴിയുമ്പോൾ ഈയതേ ഭഗവാൻ ഏബി സഗുണഃ നിർഗുണഃ സ്വദൃക്, ആ ഭഗവാൻ അപ്രകാരം ഭഗവാൻ സഗുണഃ രൂപത്തിലിരിക്കുന്നതും നിർഗുണഃ രൂപമില്ലാത്ത ആ സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന രീതിയിലും ആ ഭഗവാനെ സ്വദൃക് ഈയതേ അനുഭവിച്ചറിയാൻ സാധിക്കും. രൂപത്തിലുള്ളതും രൂപമില്ലാത്തതുമായ നിർഗുണവും സഗുണവുമായിരിക്കുന്ന ആ ഈശ്വരനെ ശരിയായ വിധത്തിൽ അവന് അനുഭവിച്ചറിയാൻ സാധിക്കും. അതിന് ബാഹ്യവും ആന്തരികവുമായ വിവിധ മാർഗങ്ങളെ സ്വീകരിക്കാം. ഏതു മാർഗത്തിലൂടെ പോയാലും അവസാനം ആത്മാവാണ് എന്ന തത്വത്തെ തിരിച്ചറിയുമ്പോൾ ഈ ഭൗതിക ലോകത്തിലെ വിഷയങ്ങളിൽ നിന്നും ആസക്തി ഇല്ലാതെ വിരക്തി വന്നു കഴിയുമ്പോൾ സഗുണരൂപത്തിലും രൂപമില്ലാത്ത ആ സാക്ഷാൽ പരമാത്മാവായിരിക്കുന്നതുമായ ഈശ്വരനെ 2 വിധത്തിൽ നമുക്ക് ആ വ്യക്തിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ആ പരമപദത്തിൽ എത്താനായിട്ട് സാധിക്കും. മാർഗം വിവിധമായാലും കുഴപ്പമില്ല, ലക്ഷ്യം ഒന്ന് തന്നെ എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നു. ശ്ലോകം 37. പ്രാവോജം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം കാലസ്യ ച അവ്യക്തഗതേ യഹ അന്തർധാവതി ജന്തുഷു. അതായത് എന്നിട്ട് പറയുകയാണ് അമ്മയോട്, ഭക്തിയോഗത്തിൻ്റെ ചതുർവിധം 4 വിധത്തിലുള്ള സ്വരൂപം, അതിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പ്രാവോചം അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തന്നു. തേ എന്ന് വെച്ചാൽ അമ്മേനെ വിളിക്കണം, അല്ലയോ അമ്മേ, ഭക്തിയോഗത്തിൻ്റെ 4 വിധത്തിലുള്ള സ്വരൂപത്തെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭക്തിയോഗത്തിൻ്റെ 4 വിധത്തിലുള്ള സ്വഭാവം എന്ന് വെച്ചാൽ ഭക്തി നമ്മൾ പഠിച്ചു. സഗുണഭക്തിയുണ്ട് അല്ലേ, നിർഗുണഭക്തി അല്ല, സഗുണഭക്തി നിർഗുണഭക്തി തന്നെ. അതിൽ തന്നെ നിർഗുണഭക്തി, അതായത് പരമാത്മാവിന് രൂപമില്ലാത്ത ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഈശ്വരനോടുള്ള ഭക്തിയാണ് നിർഗുണഭക്തി. ഇനി സഗുണഭക്തി എന്ന് പറഞ്ഞാൽ രൂപത്തിലിരിക്കുന്ന ഭഗവാനിലുള്ള ഭക്തി. അത് തന്നെ 3 വിധമുണ്ട്. അതേതാ? സാത്വികമായ ഭക്തി, രാജസികമായ ഭക്തി, താമസികമായ ഭക്തി. അങ്ങനെ ഭക്തി തന്നെ സഗുണഭക്തി തന്നെ 3 എണ്ണം ഉണ്ട്: സാത്വികം, രാജസികം, താമസികം. അപ്പം അത് 3. ഇനി ഇതിനതീതമായി, രൂപത്തിന് അതീതമായി, മായയ്ക്ക് അതീതനായി നിൽക്കുന്ന നിർഗുണ പരമാത്മാവിലുള്ള ഭക്തി, അതാണ് നിർഗുണ ഭക്തി. ഇങ്ങനെ ഭക്തിയുടെ 4 വിഭാഗത്തെക്കുറിച്ച് ഞാൻ അമ്മയ്ക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇനി പറയുന്നതാണ്
അന്തർധാവതി ജന്തുഷു, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് എല്ലാത്തിനെയും ഇങ്ങനെ ചലിപ്പിക്കുന്ന, എന്നാൽ അവ്യക്തഗതേ, ചലിപ്പിക്കുന്നത് യഹ ആരാണോ, എന്നാൽ അവ്യക്തഗതേ ആർക്കും ആ ശക്തിയുടെ, ആ ചലനത്തിൻ്റെ, ആ ശക്തി, ചലിപ്പിക്കുന്ന ശക്തിയുടെ തീരുമാനം, ഗതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാലസ്യ, ആ കാലരൂപത്തിലിരിക്കുന്ന പ്രകൃതി ശക്തിയെക്കുറിച്ചും അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തന്നോന്ന്. അപ്പം രണ്ടിനെ കുറിച്ച് ഭംഗിയായി പറഞ്ഞ് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ, നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾ തീരുമാനിച്ചു, നമുക്ക് തോന്നി, നമ്മൾ ചിന്തിച്ചു, നമ്മൾ പ്രവർത്തിച്ചു, അത് നേടി, ഇതുണ്ടാക്കി, ഇത് ചെയ്തു, അത് ചെയ്തു എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് അതിനായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്ന, ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ശക്തി ഉണ്ടല്ലോ, അതാണ് പറയുന്നത് ജന്തുഷു അന്തർധാവത്, സർവ്വജീവപ്രാണികളുടെയും ഉള്ളിലിരുന്ന് അവരെ കൊണ്ട് ചലിപ്പിക്കാൻ, ഇന്നത് ചെയ്യാനും ഇന്നത് പറയിപ്പിക്കാനും ഒക്കെ തോന്നിപ്പിക്കുന്ന ആ ഒരു ശക്തി. പക്ഷെ ആ ശക്തി എന്താ തോന്നിപ്പിക്കുന്നത്, നാളെ നമ്മൾ എന്ത് ചെയ്യും, നാളെ നമ്മൾ എന്ത് ചിന്തിക്കും, നാളെ നമ്മൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് അവ്യക്തഗതി. ആ ശക്തിയുടെ ഗതി ഉണ്ടല്ലോ, പോക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. അങ്ങനെയുള്ള കാലം എന്ന പ്രകൃതി ശക്തിയെക്കുറിച്ചും അതുപോലെ ഭക്തിയോഗത്തിൻ്റെ 4 വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അമ്മയ്ക്ക് ഞാൻ വിശദമായി പറഞ്ഞു തന്നു കഴിഞ്ഞു. അതാണ് പറഞ്ഞ് ശ്ലോകം 28. എന്നിട്ട് പറയാണ്, ജീവസ്യ സംസൃതി ബഹ്വി അവിദ്യകർമ്മ നിർമ്മിത യാസു അംഗ പ്രവിശ്യൻ ആത്മ ന വേദഗതിം ആത്മനഃ. അംഗ, അല്ലയോ അമ്മേ, അമ്മയെ തന്നെ വിളിക്കുകയാണ്, അല്ലയോ മാതാവേ. എന്നിട്ട് പറയാണ്, പ്രവിശ്യൻ ആത്മാ, ആത്മാവ്, ഒരു ജീവാത്മാവ് പ്രവേശിക്കുക. അപ്പോൾ പ്രവേശിക്കുക എന്തിലേക്കായിരിക്കും? ഒരു ശരീരത്തിലേക്ക്. അതായത് ഒരു ജീവാത്മാവ് ഒരു ശരീരം സ്വീകരിച്ചിട്ട് ഗതി ആത്മനഃ, ആ ജീവാത്മാവിൻ്റെ ഗതി എന്താണെന്ന്, എവിടെ എത്തിച്ചേരാൻ വേണ്ടിയാണോ ഈ ശരീരം സ്വീകരിച്ചത് എന്ന് നവേദ, അറിയാതെ, അത് മനസ്സിലാക്കാതെ, അവിദ്യ കർമ്മ നിർമ്മിത, അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട്, ഫലേച്ഛ കർമ്മം, ആഗ്രഹങ്ങളോടുകൂടി ഭൂമിയിൽ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിന് സുഖം കിട്ടാൻ വേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഏതൊരു യാസു എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയാണോ അങ്ങനെ ജീവിക്കുന്നത്, അങ്ങനെ ജീവിക്കുമ്പോൾ ജീവസ്യ, ആ ജീവന് ബഹി സംസൃതി, പല വിധത്തിലാണെന്നുള്ള പല വിധത്തിലുള്ള ഗതിയാണ് പ്രാപിക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിലെ ഗതി, ഭൂമിയിൽ നിന്ന് സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരത്തിലേക്ക് പോകുമ്പോഴുള്ള ഗതിയൊക്കെ നമ്മൾ ശരിക്കും കണ്ടതാണ് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ എത്ര കാലങ്ങൾ, എത്ര ലോകങ്ങളിൽ പോയി യാതനകൾ സഹിച്ച് പിന്നെ തിരിച്ചു വരുന്ന ഗതി, ആ ഗർഭത്തിൽ കിടന്നുകൊണ്ടുള്ള ഗതി, പല വിധത്തിലുള്ള സംസൃതി, ജീവിതഗതിയെ, ഭൂമിയിലും മറ്റു ലോകങ്ങളിലുമുള്ള ജീവിതഗതിയെ അനുഭവിക്കേണ്ടതായിട്ട് ഒരു ജീവന് വരുന്നത്. അതുകൊണ്ടാണ് ഒരു ജീവാത്മാവ് എപ്പോഴാണോ ഒരു ശരീരം സ്വീകരിക്കുന്നത്, ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഞാൻ ആത്മാവാണ്, ഞാൻ ഈ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഞാൻ ഈ ആത്മാവാണ് എന്നുള്ളതിനെ അറിയാൻ വേണ്ടി, ആത്മദർശനം നേടാൻ വേണ്ടിയാണ് ഞാൻ ഈ ശരീരത്തിലേക്ക് വന്നത് എന്നറിയാതെ, അതിനെ മറന്നു പോയിട്ട് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ആ ശരീരത്തെ സുഖിപ്പിക്കാൻ, പോഷിപ്പിക്കാൻ വേണ്ടി ഫലേച്ഛ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോൾ ആ ജീവന് പല വിധത്തിലുള്ള ഗതിയെ, ഭൂമിയിലും മറ്റു ലോകങ്ങളിലും പല ഗതികളെ പ്രാപിക്കേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ടാണ് എന്നും പറഞ്ഞു കൊടുത്തു. ഇനി ശ്ലോകം 39 എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പ്രാപിക്കേണ്ടി വരുന്നത്. ഇനി ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് അമ്മ അത് കേൾക്കാൻ യോഗ്യത നേടിയത് കൊണ്ടാണ് അമ്മയ്ക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ഇത് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തത് ആർക്കൊക്കെ എന്നാണ് പറയുന്നത്. അതായത് ഈ സത്യങ്ങളെ, ഈ ആത്മതത്വത്തെ, ആത്മസത്യത്തെ പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തത് ആർക്കൊക്കെ, അത് അവരെക്കുറിച്ചാണ് 39-40 ശ്ലോകങ്ങളിൽ പറയുന്നത്. ന ഏതത് ഖലായ ഉപദിശേത് ന അവിനീതായ കർഹിച്ചിത് ന സ്തബ്ധായ ന ഭിന്നായ ന ഏവ ധർമ്മധ്വജായ ച. ഇനി 40 ന ലോലുപായ ഉപദിശേത് ന ഗൃഹ ആരൂഢചേതസേ ന അഭക്തായ ച മേ ജാതു ന മദ്ഭക്ത ദ്വിഷാം അഭി. എൻ്റെ പറയണ ആർക്കൊക്കെയാണ് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തത് എന്നിട്ടാ. ന എന്ന് വെച്ചാൽ ഇല്ല, ഏതതെന്ന് വെച്ചാൽ ഈ ഒരു തത്വം, ഈ ഒരു ആത്മതത്വത്തെ, ഖലായ,
ഖലായ എന്ന് വെച്ചാൽ അസൂയാലു, ദുഷ്ടന്മാർക്ക്, മനസ്സ് കാപഢ്യമുള്ള ആളുകൾക്ക് ന ഉപദിശേതു, ഒരിക്കലും ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ്. കളങ്കമില്ലാത്ത മനസ്സിനെ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. കാപഢ്യമുള്ള അസൂയാലുക്കൾക്ക് ഇതൊരിക്കലും ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല. ന അവിനീതായ കർഹിജിത്ത്, കർഹിജിത്ത് എന്ന് വെച്ചാൽ ഒരിക്കലും, അവിനീതായ വിനയമില്ലാത്ത ആളുകൾക്ക്, അഹങ്കാരികൾക്ക് ഇതൊരിക്കലും ഉപദേശിച്ചു കൊടുക്കരുത്. ന സ്തബ്ധായ, സ്തബ്ധ എന്ന് വെച്ചാൽ അഭിമാനബോധം, ഞാൻ എന്തോ വലിയ ഒരാളാണ് എന്ന അഭിമാനത്തിലിരിക്കുന്നവർക്കും ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പോകരുത്. ന ഭിന്നായ, ഭിന്നായ എന്ന് വെച്ചാൽ ഭേദചിന്തയുള്ള ദുസ്വഭാവികൾക്ക്, ഇതൊക്കെ എൻ്റെ, ഇതൊക്കെ ഇവർ, എന്നിങ്ങനെ അവർ വേറെ ഇവർ വേറെ, ഇങ്ങനത്തെ ദ്വൈതഭാവത്തിൽ കാണുന്നവർക്ക് ഇതൊരിക്കലും ഉപദേശിച്ചു കൊടുക്കരുത്. നയേവ ധർമ്മധ്വജായ, ധർമ്മത്തെ ദോഷിപ്പിക്കുന്നവർക്ക്, അതായത് കാപഢ്യമുള്ള, കളങ്കം, അതായത് കളങ്കമുള്ളവർക്ക്, ദുഷ്ട മനസ്സുള്ള ആളുകളുണ്ടല്ലേ, ധർമ്മം ഇല്ലാതെ നശിപ്പിക്കുന്ന അധർമ്മികൾക്ക് ഒരിക്കലും ഇത് പറഞ്ഞു കൊടുക്കരുത്. കഴിഞ്ഞിട്ടില്ല. ഞാൻ ലോലുപായ, ആർത്തി പിടിച്ച് ഓടി ഓരോന്ന് നേടിയെടുക്കാൻ ഇങ്ങനെ ആർത്തി പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലേ, ആസക്തിയുള്ളവർ, പണത്തിനോടും എല്ലാത്തിനോടും ആസക്തിയുള്ള, ആർത്തി പിടിച്ച് ജീവിക്കുന്നവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പോകരുത്. ഞാൻ ലോലുപായ ഉപദേശിക്കരുത്. ഇനി ന ഗൃഹ ആരൂഢ ചേതസ, കുടുംബം എന്നത് മാത്രം ഒരു എന്താ പറയുക, അതിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ആൾക്കും ഇത് ഉപദേശിക്കാൻ പോകരുത്. അവരൊരിക്കലും ഉൾക്കൊള്ളില്ല. പ്രാരാബ്ദം, ഫാമിലി, കുടുംബജീവിതം നയിക്കലാണ് ഇപ്പോൾ വലുത്. അതന്നെ കൂട്ടിമുട്ടിക്കാൻ പറ്റണില്ല. അതിൻ്റെ കാര്യങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ശരിയാക്കാൻ ഓടി നടക്കുമ്പോഴാണ് ഇപ്പോൾ ആത്മതത്വം എന്ന് പറയും അവരും ഇതിന് മൂല്യം കാണില്ല. അപ്പോൾ കുടുംബം എന്ന ആസക്തിയിൽ മുഴുകി ജീവിക്കുന്നവർക്കും ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പോകരുത്. ന അഭക്തായ ച മേ ജാതു, മേ എന്ന് വെച്ചാൽ എന്നിൽ ഭക്തിയില്ലാത്തവർക്ക്, ജാതു ഒരിക്കലും ഇത് ഉപദേശിക്കാൻ പോകരുത്. എന്നിൽ ഭക്തിയില്ലാത്ത ആളുകൾക്കും ഒരിക്കലും കാണിച്ചു കൂട്ടുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പോകരുത്. ശരിയായ ഭക്തി ഉണ്ടെന്ന് തോന്നുന്നവർക്ക് മാത്രം ഉപദേശിക്കാവോ. ന മദ്ഭക്ത ദ്വിഷാം അഭിഹി, മദ്ഭക്ത ദ്വിഷാം, എൻ്റെ നല്ല നിഷ്കളങ്ക ഭക്തന്മാരായവരെ ദ്വേഷിപ്പിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക, അവരെ വേദനിപ്പിക്കുക, അവരെ ദ്രോഹിക്കുക, അവരെ സങ്കടപ്പെടുത്തുക, അവർക്കും ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പോവരുത്. അപ്പോൾ ഈ ആത്മതത്വം ആർക്കും ഉപദേശിക്കാൻ പാടില്ല, ഉപദേശിച്ചു കൊടുക്കാൻ പോവരുത് എന്ന് പറയുന്നത് ആർക്കൊക്കെ എന്നാണ് പറയുന്നത്? അസൂയമായ മനസ്സുള്ളവർ, വിനയമില്ലാത്തവർ, അതുപോലെ അഭിമാനബോധത്തിലിരിക്കുന്നവർ, ദുസ്വഭാവികൾക്ക്, അധർമ്മികൾക്ക്, അതുപോലെ ഈ ആർത്തി പിടിച്ച് ഓരോന്ന് വെട്ടിപ്പിടിച്ച് ഓടി നടക്കുന്നവർക്ക്, കുടുംബജീവിതം എന്ന ആസക്തിയിൽ മുഴുകി ജീവിക്കുന്നവർക്ക്, എന്നിൽ ഭക്തിയില്ലാത്തവർക്കും എൻ്റെ ഭക്തന്മാരെ വേദനിപ്പിക്കുന്നവർക്കും ഒന്നും ഈ ഒരു ആത്മതത്വത്തെ ഉപദേശിക്കാൻ പോവരുത് എന്ന് മനസ്സിലായ, പറഞ്ഞു കൊടുക്കാൻ പോവരുത്. നമ്മൾ പറഞ്ഞാൽ ഈ തത്വത്തെ സ്വീകരിക്കാൻ അവന് സാധിക്കും എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളവർക്ക് മാത്രമേ ഈ ഒരു തത്വത്തെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നും. ഇനി 41-42 ശ്ലോകങ്ങളിൽ ആർക്കൊക്കെയാണ് ഇത് നേരിട്ട് മനസ്സിലാക്കാൻ, ഈ തത്വത്തെ മനസ്സിലാക്കാനുള്ള യോഗ്യതയുള്ളത്, ആർക്കാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ്. ആദ്യത്തെ 2 ആർക്കൊക്കെ ഉപദേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി 41-42 ശ്ലോകത്തിൽ ആർക്കൊക്കെ ഇത് ഉപദേശിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷ അഭിരതായ ച ബഹിഹി ജാതവിരാഗായ ശാന്തചിത്തായ ധീയതാം നിർമത്സരായ ശുചയേ യസ്യ അഹം പ്രേയസാം പ്രിയഃ. ശ്രദ്ധദാനായ, പറഞ്ഞു തരുന്ന ഗുരുവിൽ പൂർണ്ണമായ വിശ്വാസമുള്ള, അതാണ് ശ്രദ്ധദാനായ. ഭക്തായ, ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തിയുള്ള, വിനീതായ, വിനയമുള്ള, അനസൂയവേ, അസൂയയില്ലാത്ത, ഭൂതേഷു കൃതമൈത്രായ, ഭൂതേഷു സർവപ്രാണികളോടും കൃതമൈത്ര, മൈത്രീഭാവം, ഞാനും അവരും ഒന്ന് തന്നെ എന്ന ഒരു സൗഹൃദഭാവം എല്ലാ പ്രാണികളോടുമുള്ള, ശുശ്രൂഷ അഭിരതായ, ശുശ്രൂഷ എന്ന് വെച്ചാൽ പരിചരണം എന്നല്ല അതിൻ്റെ ഇവിടുത്തെ അർത്ഥം. സംസ്കൃതത്തിൽ ശുശ്രൂഷ എന്ന് പറയാന്ന് വെച്ചാലേ കേൾക്കാൻ തയ്യാറായിട്ട് ഇരിക്കുക, കേൾക്കാനിരിക്കുക, വേറൊരാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നമ്മളൊരു അല്പസമയം കൊടുക്കുക, അവരെ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുക. അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന് അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഈ ഒരു കർമ്മത്തിൽ കൂടുതൽ തൽപരരായിരിക്കുന്ന ആളുകൾക്ക്,
അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇത് ഉപദേശിച്ചു കൊടുക്കേണ്ടതെന്ന്. ഗുരുവിൽ പൂർണ്ണ വിശ്വാസവും ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തിയും വിനയവും അസൂയയുമില്ലാത്ത, എല്ലാവരോടും ഒരു സൗഹൃദ ഭാവം വെച്ച് പുലർത്തുന്ന, അതുപോലെ മറ്റുള്ളവർക്ക് പറയാൻ ഇടം കൊടുക്കണം എപ്പോഴും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് പറയാനുള്ളത് അവരെ കേൾപ്പിക്കാനേ നമ്മൾ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് പറയാൻ ഇടം കൊടുത്ത് അവർ പറയുന്നത് കേട്ടിരിക്കാൻ തയ്യാറായി അതിനുശേഷം അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ തൽപരരായിട്ടുള്ളവർ. ഇനി കഴിഞ്ഞിട്ടില്ല, ബഹിഹി ഭൗതിക വിഷയങ്ങളിൽ ജാത വിരാഗായ, അതിലോടൊക്കെ ഒരു വിരക്തി വന്നവർ, ശാന്തചിത്തായ, ഭൗതിക വിഷയങ്ങളിൽ വിരക്തി വരുമ്പോൾ തീർച്ചയായും മനസ്സ് ശാന്തമായിരിക്കുകയും ചെയ്യും. നിർമത്സരായ, ഒരു മത്സരബുദ്ധി ഉണ്ടല്ലോ, അവനേക്കാൾ വലിയ മുന്നിൽ എനിക്കെത്തണം, അവനേക്കാൾ നല്ലവൻ എനിക്കാവണം എന്നുള്ള മത്സരബുദ്ധി ഇല്ലാത്ത, ശുചയെ, പരിപൂർണ ശുചിത്വമുള്ള മനസ്സുള്ള. ഇനി ലാസ്റ്റ് പറയുന്ന ക്വാളിറ്റി എന്താണെന്നറിയും? യസ്യ, ആരുടെ മനസ്സിലാണ് പ്രേയസാം പ്രിയ, അവൻ ഏറ്റവും പ്രിയപ്പെട്ട, ഈ ലോകത്ത് അവൻ ഏറ്റവും പ്രിയപ്പെട്ടതിനേക്കാളും പ്രിയനായിട്ട് അഹം, എന്നെ കാണുന്നത്, അവന് ധീയതാം, അവർക്കൊക്കെയാണ് ഈ തത്വത്തെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന്. അപ്പോൾ പുറമേയുള്ള കാണുന്ന ഭൗതിക വിഷയങ്ങളിൽ ആസക്തിയില്ലാതെ അതിൽ നിന്നൊക്കെ വിരക്തമായി ശാന്തമായ മനസ്സുള്ള, മത്സരബുദ്ധി, അവനേക്കാളും മുകളിൽ എനിക്ക് പോകണം എന്നുള്ള മത്സരബുദ്ധി ഇല്ലാതെ പരിപൂർണ ശുദ്ധമായ ഒരു മനസ്സും, പിന്നെ ഈ ലോകത്ത് അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അതിനും പ്രിയമായിട്ട് എന്നെ കാണുന്നത് ആരാണോ അവർക്ക് നീ ഈ തത്വത്തെ ഉപദേശിച്ചു കൊടുത്തോളൂ. ഇതാണ് ഭഗവാൻ അവിടെ കപില മഹർഷി അവിടെ അമ്മയോട് പറയുന്ന, അമ്മ അവർക്ക് മാത്രമേ ഇത് ഉപദേശിക്കാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളതല്ല ആത്മതത്വം, അത് എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കാനും പറ്റില്ല. അപ്പം ആരുടെ മനസ്സ് ഈ പറഞ്ഞ ഗുണങ്ങളോട് കൂടിയ ആ ഒരു യോഗ്യതയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുവോ അവർക്ക് മാത്രമേ നമ്മൾ ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഈ അധ്യായത്തിലെ അവസാന ശ്ലോകം 43. യാ ഇദം ശൃണുയാത് അംബ ശ്രദ്ധയാ പുരുഷ സകൃത് യഹ വ അഭിദത്തേ മത് ചിത്തഃ സ ഹി ഏതി പദവീം ച മേ. അതായത് ഇനി പറയാണ്, യഹ, ആരാണോ ഇദം, ഇതിനെ, ശൃണുയാത്, അംബ എന്ന് വെച്ചാൽ അമ്മയെ വിളിക്കണം, അല്ലയോ മാതാവേ, ആരാണോ ഈ ഭഗവത് തത്വങ്ങളെ, ഈ ആത്മതത്വത്തെയൊക്കെ ശ്രദ്ധയോടെ, അതാണ് ശൃണുയാത്, ശ്രദ്ധയാ കേൾക്കുന്നത്. അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആരാണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്, പുരുഷഃ, ഏത് വ്യക്തിയാണോ, സുകൃത് എന്ന് വെച്ചാൽ ഒരിക്കലെങ്കിലും. ഇപ്പം നമുക്ക് ഭാഗവതം തന്നെ എടുക്കാം. ഭാഗവതം തന്നെ പൂർണ്ണമായിട്ടും നല്ല ശ്രദ്ധയോടുകൂടി മനസ്സർപ്പിച്ച് ആരാണോ കേൾക്കുന്നത്. ഇനി യഹ, ആരാണോ വ അഭിദത്തേ, ഈ കേട്ടു മനസ്സിലാക്കിയ ഇതിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവനവൻ്റെ മനസ്സിലിട്ട് മനനം ചെയ്യാതെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ എന്താണോ കേട്ടത് അതിനെ നമ്മളുടെ ഉള്ളിലിട്ട് നമ്മളത് ചിന്തിച്ച് അതിനെ മനസ്സിലാക്കി മനനം ചെയ്താൽ അതിനുശേഷമേ നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ മത് ചിത്ത, എന്നിൽ ചിത്തം ഉറപ്പിച്ച അവർക്ക് മേ ച പദവിയും, എൻ്റെ ആ പരമപദത്തെ സ ഹി ഏതി, പ്രാപിക്കാൻ സാധിക്കുന്നു. ഒരിക്കലെങ്കിലും ഈ ആത്മതത്വത്തെ ശ്രദ്ധയോടുകൂടി ആരാണോ കേൾക്കുന്നത്, കേട്ട് മനസ്സിലാക്കി മനനം ചെയ്ത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരൊക്കെയാണോ അവരുടെ മനസ്സിൽ സദാ, കാരണം അവർ ചിന്തിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ ലൗകിക വിഷയങ്ങളെ, കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിച്ച് മനനം ചെയ്ത് ചർച്ച ചെയ്യുന്നത്. അവർ ചിന്തിക്കുന്നത് ഈ കേട്ട ഈ ഭാഗവതം എന്ന തത്വത്തെ, ഈ ഭഗവത് തത്വത്തെക്കുറിച്ച് അവർ മനസ്സിലിട്ട് ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ സദാ അവരുടെ മനസ്സ് എന്നിലാണ്. അതാണ് മത് ചിത്തം, അവരുടെ ചിത്തം എന്നിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ എൻ്റെ ആ പരമപദത്തെ തീർച്ചയായും പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്താ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളടക്കം പറഞ്ഞത്? മനസ്സ് എന്ന ഇന്ദ്രിയം ഭഗവാൻ എന്ന ഒരൊറ്റ ആ ശക്തിയിൽ ആ ഒരു സ്മരണയോടുകൂടി അതിൽ സമർപ്പിതമായി വെച്ച് കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ്. അപ്പോൾ നമുക്കത് സാധിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുമ്പോൾ, കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്.
ജോലിയെക്കുറിച്ച്, വീട്ടുകാര്യങ്ങളെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് സദാ നമ്മുടെ മനസ്സ് അങ്ങനെ ഈശ്വരനിൽ അർപ്പിച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. മറ്റു വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? അതാണ് പറഞ്ഞത്, ഒരു ഗൃഹസ്ഥൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴും ആ ചിന്തിക്കാനുള്ള ശക്തിയും ആ പ്രവർത്തിക്കാനുള്ള ശക്തിയും തന്ന ആ പ്രകൃതിയെ ഉള്ളാൽ ഒന്ന് സ്മരിച്ചുകൊണ്ട് ചെയ്യാം. ആ ഒരു സ്മരണയാണ് ഏറ്റവും വലിയ, ഇതാണ് സാധനയാക്കേണ്ടത്. ഇതിനെ ഒരു സാധനയാക്കി ജീവിക്കുക. അപ്പം മനസ്സ് തനിയെ നിഷ്കളങ്കമാവും. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ കൃത്യസമയത്ത് എത്തേണ്ട സമയത്ത് എത്തുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിച്ചു.